Hi guys, this is the day 2 in Tashkent. Yesterday was the first day. അപ്പോൾ ഞങ്ങൾ yesterday പോയത് ഇവിടുത്തെ ചോയ്സ് ബസാർ ചീപ്പസ്റ്റ് മീറ്റ്സ് ആൻഡ് കുറേ നട്ട്സൊക്കെ കിട്ടും. അപ്പോൾ അവിടേക്കാണ് പോയത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് നമ്മുടെ മാജിക് പാർക്ക്. ഇറ്റ്സ് ലൈക്ക് ഡിസ്നി പാർക്കൊക്കെ പോലെ ഉണ്ട്. പക്ഷെ നമ്മൾ ഫസ്റ്റ് ടൈം കാണുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതെനിക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകാനായിട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. ബട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇൻട്രസ്റ്റ് വന്നു. എന്നിട്ട് ഞാനും അലീഷയും കൂടി അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങാൻ പോലും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ലൈറ്റായി. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഡേ എടുത്തിട്ടുണ്ടായിരുന്ന സ്റ്റേക്ക് തന്നെ വന്നു. സോ നൗ ഇന്ന് സ്നോക്കോടെ ഇങ്ങനെ നടക്കാണ്. ഇന്ന് കാലത്താണ് ഞങ്ങൾക്ക് ഇവിടെ സ്നോഫോൾ കിട്ടിയത്. കണ്ടോ, കുട്ടിക്കൂടെ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. This is my costume today. Nice guys, nice. പിന്നെന്താ നടക്കണേന്ന് കാണാം. ഇപ്പോൾ ഇവിടെ സമയം ഏകദേശം ഒരു 4 മണി ആയിട്ടുണ്ട്. ഇന്ന് റെസ്റ്റ് ഡേ ആയിരുന്നു. കാരണം ഇവിടെ തഷ്കണ്ട് സിറ്റിയിലധികം കാണാനൊന്നുമില്ല. എന്നാലും കുറച്ചൊക്കെ സാധനങ്ങളാണ് ഉള്ളത്. നമ്മൾ നോക്കാം. ഗൈസ്, ഞാൻ അലേഷ്യ ഒരുമിച്ചാണ് റെഡി ഇറങ്ങിയത്. അലേഷ്യനെ കാണാനില്ല. അലേഷ്യനെ തപ്പി ഞാൻ പോവാണ്. മഞ്ഞ് വീണ മുടിയൊക്കെ നനയുണ്ട് ഗൈസ്. ഞങ്ങൾ ആക്ച്വലി 8 കിലോ ഉണ്ടായിരുന്നുള്ളൂ ലഗേജ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അധികം ലഗേജൊന്നും എടുത്തിട്ടില്ല. ഞങ്ങളുടെ കയ്യിൽ അധികം ഡ്രസ്സുകളൊന്നും ഒന്നും താങ്ങിയില്ല. തണവിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ. സോ ഒന്നും പറയാറായിട്ടില്ല. നോക്കാം. ഞാൻ നടക്കുമ്പോൾ മഞ്ഞ് വീഴുന്നുണ്ട്. നിങ്ങൾ കാണാൻ പറ്റുന്ന അറിഞ്ഞൂടാ. ബട്ട് മഞ്ഞ് വീഴുന്നുണ്ട് ഗൈസ്. വീട്ടിലൊരിക്കൽ ഇന്ത്യക്കാർ ഭയങ്കര ഇഷ്ടമായിട്ടോ. അത് ഞാൻ പറയാൻ പറഞ്ഞു. ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ അവരോട് എല്ലാം തല്ലി വീഴും. ഓരോ അവസ്ഥയാണ്. എല്ലാ ഇന്ത്യൻ പീപ്പിൾസ്. അലേഷ്യ വന്നു. ഞങ്ങൾ രണ്ടുപേരും വേറെ വഴി തെറ്റിപ്പോയിരിക്കാൻ ചായ വാങ്ങാം. ചായ വാങ്ങി ഒരെണ്ണം വാങ്ങി. നമ്മുടെ കടയിൽ നിന്ന് നമ്മൾ ചായ വാങ്ങാൻ പോവാണ്. നമ്മുടെ ചായ തിന്നാൻ വാങ്ങുവാണ്. എന്തോ വാങ്ങാം. റേറ്റ് നോക്കിട്ടാ. നീ വാങ്ങിച്ചോ? എന്തെങ്കിലും വാങ്ങി വരണം. സനിച്ച് വാങ്ങിച്ചിട്ടോ. ഇവിടെ ഭയങ്കര വിലയൊന്നുമല്ല. എന്നാലും കുഴപ്പമൊന്നുമില്ല ഗൈസ്. ഇപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും വാങ്ങാനുള്ള പ്ലാനിൽ വന്നിരിക്കുകയാണ്. ഇവിടെ ചേട്ടനെ ഞാൻ ചങ്കാണ് കാണിച്ചത്. എൻ്റെ ചങ്ക് പോലെയാണ് അവള് പെരുമാറുന്നത്. അവനോട് പറ. ഇവിടെ എല്ലാവരും ബ്ലാക്കാണ് കഴിച്ചിട്ടുള്ള. സോ ഇവിടുത്തെ അവസ്ഥയാണ് ഗൈസ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ നാണക്കെടും. അതിൻ്റെ ഉള്ളിൽ നിന്നാൽ ഞാൻ നാണക്കെടും. അതുകൊണ്ടാണ് ഞാൻ പുറത്ത്. Alicia is inside that. Hello guys, മഞ്ഞ് പെയ്യുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ബസ് സ്റ്റോപ്പിലാണ്. വഴി ചോദിച്ച് പോകാനുള്ള പ്ലാനിലാണ്. ബസ്സിലാണുള്ളത്. അലീഷ പ്രസാദ് ഇവിടെയുണ്ട്. അപ്പോൾ ഞങ്ങൾ സിറ്റി പാർക്കിലേക്കാണ് പോണത്. അപ്പോൾ ഈ ബസ് സിറ്റി പാർക്കാണ് പോകണത്. ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. സോ ഞങ്ങൾ ഇത് ചോദിച്ചു പറഞ്ഞുതരാന്ന് പറഞ്ഞു. ലിപ്സ്റ്റിക് കുറവാണ്. സോ ഗൈസ്, ഞങ്ങൾ സ്റ്റോപ്പ് എത്തുമ്പോൾ ഡ്രൈവർ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലിറങ്ങി പോകണം.
ഹായ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ ബസ് ഇറക്കി വിട്ട് ഞാൻ അലീഷ നടക്കുകയാണ്. ആക്ച്വലി ഈ പ്ലേസ് നല്ല രസമുണ്ട്. ക്രിസ്മസ് ട്രീസ് ഒക്കെ നല്ല രസമുണ്ട് അവിടെ കാണാനായിട്ട്. അപ്പോൾ അലീഷ മുമ്പിൽ കൂടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ വീണ്ടും ഒരു 2 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നടന്നു നോക്കാനാണ്. വല്ല ബസ് കിട്ടിയാലോ, വല്ല ബസ് സ്റ്റോപ്പ് ഉണ്ടല്ലോ, ചിലപ്പോൾ അതിൽ കയറി അപ്പുറത്തെ സ്റ്റോപ്പിൽ പോകാനാണ് ചാൻസ്. നോക്കാം ഗൈസ്. പ്രസാദ് വീഡിയോ എടുക്കുകയാണ്. ആൻഡ് ഇതാണ് ഇവിടുത്തെ പ്ലേസ്. നല്ല രസമല്ലേ? കുറച്ച് കഴിയുമ്പോൾ നന്നായി മഞ്ഞ് മൂടുന്നാണ് തോന്നുന്നത്. ഞങ്ങൾ നടക്കാൻ സ്ഥലം കാണാനായിട്ട് വഴി അറിയാണ്ട് ഈ ഒരു ചേട്ടൻ്റെ ഇത് വഴി ചോദിക്കാൻ ആൾക്ക് ഇംഗ്ലീഷ് അറിയില്ല. അപ്പോൾ ആളുടെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് ആൾ ഞങ്ങളോട് സംസാരിക്കാണ്. ലിഫ്റ്റ് തരാന്ന് പറഞ്ഞു. സോ ലിഫ്റ്റിനായിട്ട് കയറി തട്ടിക്കൊണ്ടുപോകുന്ന പറഞ്ഞതാ. ലിഫ്റ്റ് അടിച്ച് കയറി. അലീഷ എങ്ങനെയുണ്ട്? ലിഫ്റ്റാണ് ഞങ്ങളുടെ ടാസ്കിൽ വന്നിട്ടുള്ളത്. നല്ല ആൾക്കാരാണ് ഗൈസ് ഇവിടെയുള്ളവരൊക്കെ. ഞങ്ങളെ സിറ്റി പാർക്കിൽ കൊണ്ടിറക്കാൻ പോവാന്ന് പറയുന്നുണ്ട്. നോക്കാം ഗൈസ്, നോക്കാല്ലേ? ഇതാണ് സിറ്റി പാർക്കിൻ്റെ ഉള്ളെന്ന് തോന്നുന്നു. രസമുണ്ട് ഗൈസ് കാണാനായിട്ട്. പക്ഷെ ഞങ്ങൾ ഉള്ളിൽ നിന്ന് കയറുമ്പോൾ ഒരു ഫ്രണ്ട് എടുക്കാൻ മറന്നു. ഇവിടെ നല്ല ഭയങ്കര ബിൽഡിങ്സ് ആൻഡ് ഉള്ളിൽ കുറേ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കാണുന്നുണ്ട്. ലൈക്ക് നൈസ്, സീംസ് ഗുഡ്. അവിടെ നോക്കി കഴിഞ്ഞാൽ നടക്കുന്നത് കാണാം. യെസ്, അലീഷ പോണ്ട്. ഞാനൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ടൂറിസ്റ്റ് ഹായ്. Mall, Tashkent City Mall. സെക്കൻഡ് ഫ്ലോർ ആണ്. ഗൈസ് ഇവിടെ ഒന്നും കാണാനായിട്ടൊന്നുമില്ല. നമ്മുടെ മാളൊക്കെ പോലെ സെയിം തന്നെയാണ് ഇവിടെയും. കുറേ ഉണ്ണികളൊക്കെ കുറേ ആൾക്കാരൊക്കെ ഇവിടെ അങ്ങോട്ട് നടക്കുന്നുണ്ട്. ബട്ട് there's no special here. അവിടെ ഒരു കാറൊക്കെ എടുക്കുന്നുണ്ട്. എന്തൊരു കാറാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഇവിടെ വല്ലാണ്ട് അങ്ങോട്ട് പിടിച്ചില്ല. നമ്മുടെ നാട്ടിലെ മോള് പോലെ തന്നെ തോന്നുന്നുണ്ട്. കുറേ ഷോപ്പിംഗ് സെൻറ്റേഴ്സ് ഒക്കെ ഉണ്ട്. അത്ര രസമൊന്നുമില്ല. സോ ഞങ്ങളൊന്ന് ഇറങ്ങിപ്പോകെ. സിറ്റി മാൾ വലിയ കാര്യമില്ല, കുഴപ്പമില്ല. നമുക്കിനി അടുത്ത സ്ഥലത്ത് പോവാം. സിറ്റി പാർക്ക്, താഷ്കന്റ് സിറ്റി പാർക്ക്. പാർക്ക് ഇവർ ഇങ്ങനൊരു സംഭവം കൂടി ഉണ്ടെന്നാണ് മനസ്സിലാവണില്ല. ബട്ട് കൊള്ളാം. സിറ്റി പാർക്കിൽ നിന്ന് ഇറങ്ങി ഗൈസ്. അവിടെ ഒന്നും പ്രത്യേകിച്ചൊന്നും കാണാനായിട്ടില്ല.
ഷബാസിറ്റിലൊക്കെ കയറി വന്നൊരു ഫീൽ തന്നെ എനിക്കുള്ളൂ. എടി ആ വഴിയല്ല, അവിടെ വർക്ക്. ഞങ്ങളിന്ന് സിറ്റി പാർക്കിലേക്ക് പോലുള്ള പരിപാടിയാണ്. ഇതാണ് താഷ്കന്റ് സിറ്റി മാൾ. Planning to go city park. Let's see guys. എപ്പിസോഡും കാണാനായിട്ടില്ല. ക്രിസ്മസ് ആയതുകൊണ്ട് അവിടെ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലാണ്ട് വേറൊന്നുമില്ല. താഷ്കണ്ടിൽ അങ്ങനെ അധികം കാണാനായിട്ട് ഒന്നുമില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കുറച്ച് ഇങ്ങനത്തെ കോമൺ സ്ഥലങ്ങളെല്ലാവരും പോകുന്ന സ്ഥലങ്ങൾ തന്നെയുള്ളൂ. പക്ഷെ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സെറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാൻ പോകുന്നത്. കാണാം, ചെറുതായിട്ട് സ്നോ ചെയ്യുന്നുണ്ട്. ഇവിടെ നടക്കാനൊരു സെയിൻറ് അലേഷ്യൻ്റെ മുമ്പിൽ കൂടെ പോകുന്നുണ്ട്. മഞ്ഞ് തന്നെയാണല്ലോ ഗൈസ്. കുറെ പേരുടെ കളിക്കണൊക്കെ ഉണ്ട്. ആക്ച്വലി സോറി ഇംഗ്ലീഷ്. അവിടെ ഒരു ലൈക്കൊക്കെ ഉണ്ട്. Guys, oh my god, അത് അലേഷ്യ അല്ല. അലേഷ്യയുടെ ഞാൻ അലേഷ്യനെ കണ്ടുപിടിക്കണം. This is overall view here. It's good. അവിടെ തന്നെ പാർക്കിലൊന്നുമില്ല ഗൈസ് കാണാനായിട്ട്. ഇങ്ങനെയൊക്കെ കുറേ മഞ്ഞുണ്ടെന്ന് തോന്നുന്നു. പിന്നെ കളിക്കാനും കുറച്ച് നല്ല ലൈറ്റും ഉണ്ട്. എത്ര തന്നെ എവിടെയുള്ളൂ, കൈയൊക്കെ മരവിച്ചു. സോ ഇന്നൊന്ന് പോവാം. പ്ലാനിങ് ടു ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ. മഞ്ഞിൽ കളിക്കാനൊന്നും മുടില്ല. സോ പോവാനായിട്ട് തീരുമാനിച്ചു. സോ ഗൈസ്, എനിക്ക് പറയാനുള്ളത് ഇന്ന് ഞങ്ങൾ താഷ്കന്റ് സിറ്റി പാർക്ക് ആൻഡ് സിറ്റി മാൾ പോയി. സത്യം പറഞ്ഞാൽ ഞങ്ങൾ പെട്ടെന്നാണ് ഇറങ്ങി പോകുന്നത്. പക്ഷേ കാണാനായിട്ടൊന്നുമില്ല. പിന്നെ ഫുൾ മഞ്ഞാണ്. പാർക്ക് എന്ന് പറയുമ്പോൾ അവിടെ കുറേ കളിക്കാൻ സ്ഥലങ്ങളുണ്ട്, അങ്ങോട്ട് കാണാൻ കുറേ ലൈറ്റൊക്കെ ഉണ്ട്. ഒരു വാക്കിനൊക്കെ പോകാനൊക്കെ നൈസായിരിക്കും. പിന്നെ മോളിലേക്കും പർച്ചേസ് ചെയ്യാനും പിന്നെ ക്രിസ്മസ് ഒക്കെ ആയിട്ട് കുറേ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ്, കുറേ പരിപാടികളൊക്കെയാണ് ഉള്ളത്. സോ എന്തെങ്കിലും ഉസ്ബെക്കിസ്ഥാൻ വരുമ്പോൾ എല്ലാവരും ഇങ്ങോട്ട് പോവാം. ഇനിയിപ്പോൾ ഞങ്ങൾ ഡയറക്റ്റ് ടു ഹോമാണ് കാർ ബുക്ക് ചെയ്ത്. ഇവിടെ കാറിനൊക്കെ ടാക്സി ബസ്സൊക്കെ ഫ്രീ ആണ്. ബസ് ഫ്രീ ആണ് നമുക്ക് ടൂറിസ്റ്റിനൊക്കെ കേട്ടത്. അതേപോലെ തന്നെ കാറൊക്കെ ചീപ്പാണ് പോകാനായിട്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ നേരെ റൂമിലേക്ക് പോവാണ്. അവിടെ പോയിട്ട് വേണം ഞങ്ങൾക്ക് ഫുഡൊക്കെ കഴിക്കാനായിട്ടൊക്കെ. അപ്പോൾ റൂമിലേക്ക് ഇരിക്കണം. അലേഷ്യ ഈസ് സിറ്റിംഗ് നെക്സ്റ്റ് ടു മീ ആൻഡ് ബൈ ഗൈസ്. ഹായ് ഗൈസ്. സോ ഞങ്ങൾ ഞങ്ങളുടെ റൂമിലാണുള്ളത്. അപ്പോൾ നമുക്ക് ഒരു നല്ലൊരു ആൻറ്റീനെ കിട്ടിയിട്ടുണ്ട് ഇവിടെ. ചേച്ചി. അപ്പോൾ ഞങ്ങൾ കുറേ നേരം ട്രാൻസ്ലേറ്ററിൽ ഇങ്ങനെ അങ്ങോട്ട് സംസാരിച്ചു. സോ ആ ചേച്ചി ഞങ്ങൾക്ക് 2 പേർക്കും കൂടി ഫ്രൂട്ട്സ് ആൻഡ് ഈറ്റിംഗ് ഐറ്റംസ് തന്നിട്ടുണ്ട്. ഇതായിരുന്നു ആൻറ്റി. ഹായ്, ഹലോ ഗൈസ്. അപ്പോൾ ഇവർ നാളെ കാലത്ത് ഇവിടുന്ന് പോവും. സോ ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്.
പാവാണ്. ഞങ്ങളുടെ അടുത്ത് കുറേ നേരം സംസാരിച്ചു. നമ്മുടെ കേരളത്തിലുള്ളവരുടെ ഹെയർ എങ്ങനെ ഇത്ര തിക്കായി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ താങ്ക് യു കറ്റർ അഹമ്മദ്. കറ്റർ അഹമ്മദ് എന്ന് പറഞ്ഞു. എടി ട്രാൻസ്ലേറ്റർ ഓണാക്ക്. ട്രാൻസ്ലേറ്ററിലാണ് സംസാരിച്ചുകൊണ്ട് ഇംഗ്ലീഷ് അറിയില്ല. സോ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു ദിവസം കഴിഞ്ഞ് ഞങ്ങളിത് ഈ റൂമിലെത്തി. എങ്ങനെയുണ്ടായിരുന്നു ഈ ദിവസം? സ്നോ വീണ ഫസ്റ്റ് ഡേ ആയിരുന്നു. കുറച്ചധികം നല്ല തണുപ്പുണ്ടായിരുന്നു. ഞങ്ങൾ ഗ്ലൗസും ജാക്കറ്റ്സും ഒന്നും ഇട്ടിട്ടില്ലാത്തതുകൊണ്ട് അത്യാവശ്യം നല്ല തണുപ്പ് ഫീൽ ചെയ്തു. അലീഷ എന്ന് പിന്നെ സ്നോ കയ്യിലിവിടെ കുറച്ച് നീര് വെച്ചിട്ട് ഇങ്ങനെ. അതെ, സ്നോലായതുകൊണ്ട് അവൾക്ക് മനസ്സിലായി പോലുമില്ല. ഞാൻ നോക്കുമ്പോഴേ എന്റെ മുമ്പിക്കോളം ഓടി പോണ്ട ആള്. ഞാൻ പിന്നെ വിളിക്കാനൊന്നും ഇതില്ല. അപ്പൊ ഫോണ് കണ്ടപ്പോ ഒരു സൗണ്ട് കേട്ടു. അപ്പൊ ട്രൈപോഡ് കയ്യിലുണ്ടായിരുന്നു. ഒരു സൗണ്ട് കേട്ടപ്പോ ഞാൻ കുനിഞ്ഞ നടക്കട്ടെ. പെട്ടെന്ന് ഞങ്ങൾ നോക്കിയപ്പോ അലീഷ വീട് മഞ്ഞത്തൊക്കെയാണ് സ്ലോ മോഷനിലേക്ക് വീണ. ആദ്യം കാല് തെന്നി, പിന്നെ തലയിട്ട് ചീഞ്ഞപ്പോഴാണ് മനസ്സിലായി മൊത്തം വീണ്. മരവിച്ചിട്ട് വേറെ ഒന്നും എടുത്തില്ല. ഇപ്പൊ ആക്ച്വലി ഞാൻ വീണത് കണ്ടിട്ട് ചിരി വന്നിട്ടുണ്ടല്ലോ. എനിക്ക് നടക്കാൻ പറ്റില്ല. അവിടെ ഒന്ന് എല്ലാരും നമ്മളെ ഇങ്ങനെ നോക്കുന്ന വീണിട്ട് എനിക്കാണെങ്കിൽ തിരിഞ്ഞു നിന്നിട്ട് നാണം കെട്ടല്ലോ. അപ്പൊ ഞാൻ നിന്റെ അടുത്ത് എന്തെങ്കിലും പറയണ പോലെ കാണിക്കാൻ വിചാരിച്ച് ഞാൻ എന്നെ നോക്കുന്ന. 1 കിലോമീറ്റർ അറ്റത്തടെ വീണേ ഞാൻ കണ്ടു. ഞാൻ അതിനറിയാത്ത പോലെ തല കൂമ്പിട്ട് ചിരിച്ചിട്ട് ഓടി വരാം. അല്ലാണ്ട് ഇപ്പൊ ഇങ്ങനെ ചെയ്യാൻ പറ്റും? ഓടി വരാൻ പറ്റില്ല. എനിക്കൊന്നാമത് കിഡ്നിയിലൊരു കുളത്തിലിട്ട് അതിന്റെ പ്രശ്നത്തിൽ ഞാൻ നിൽക്കണം, നടക്കാനൊന്നും പറ്റാണ്ട്. ഞാൻ അപ്പൊ വിചാരിച്ചിട്ട് ദൈവം അവൾക്ക് കൊടുത്ത പണിയാന്നുകൊണ്ട് എന്നെ ഒറ്റക്കിട്ട് പോയതില് ഇതിനൊന്നും അറിയാത്ത പോലെ അങ്ങോട്ട് പോവാ. വെറുതെ ലിപ്സ്റ്റിക് ഇട്ട് ടൈങ്ങളെയാണ്. ലിപ്സ്റ്റിക് ഇട്ടാൽ നല്ല ടൈം കളയണേ. ഇവിടെ അറിയാണ്ട നിങ്ങൾക്ക് മനസ്സിലായ ഒരു ട്രൈപോഡ് എടുത്തിട്ട് നാണില്ലാണ്ട് എന്തൊക്കെ കാട്ടുന്നത് എനിക്കറിയില്ല. എനിക്ക് ഇന്റർനാഷണൽ വന്നിട്ട് ഇത്തിരി ലെവലിൽ നിൽക്കണത് വിചാരിച്ചിട്ട് ഞാൻ നോക്കുമ്പോ ട്രൈപോഡ് എടുത്തിട്ട് തിന്നണൊക്കെ കാണണം റോട്ടിലിരുന്നിട്ട്. നമ്മൾ ചായ കുടിച്ച കപ്പോടെ ചായ കൊണ്ടിട്ട് അതുകൊണ്ട് നമ്മളിവിടെ ചായ കുടിക്കാനൊരു നമുക്ക് ഒരു കിച്ചൺ ഉണ്ട്. അപ്പൊ അവിടെ എല്ലാവർക്കും കൂടെ നിൽക്കാം. ഇത് ഡോർമെട്രി ആണ് ഗൈസ്. മുകളിലാണ് നമ്മളുടെ റൂം. അപ്പൊ നമുക്ക് നാളെ എന്താ പരിപാടി? നാളെ ഇത് നമ്മുടെ സെക്കൻഡ് ഡേ അല്ലായിരുന്നേ? ഇന്നലെ ഞങ്ങൾ ഓൾറെഡി പോയത് ചോഴ്സോ ബസാർ അവിടേക്ക്. അത് എന്നിട്ടൊരു മാജിക് സിറ്റി മാൾ, സിറ്റി പാർക്ക് അങ്ങോട്ടൊക്കെ പോയി. പിന്നെ ലോക്കൽ ഏരിയാസ് ഇവിടുത്തെ കുറച്ച് കവർ ചെയ്ത് സ്നോ വീണ് കുറച്ചു നേരം റെസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ എന്നിട്ട് താഷ്കന്ത് സിറ്റി മോളും പാർക്കിലേക്കും പോയി. വലിയ കാര്യമില്ല ഗൈസ്, സ്നോ ഉള്ളത് കൊണ്ട് അങ്ങോട്ട് നടക്കാം അല്ലേ? നല്ലതായിട്ട് തോന്നിയോ? എനിക്ക് സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷെ സിറ്റി മാൾ എന്ന് പറയുമ്പോൾ വലിയ ഇതില്ലേനു. അത് അങ്ങനത്തെ ഏരിയാസ് നമ്മൾ കവർ ചെയ്യാറില്ല. അപ്പോൾ ഇത് ജസ്റ്റ് നൈറ്റ് ജസ്റ്റ് ഇറങ്ങിയോണ്ട് അത് അത്ര എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ആ വീഡിയോയിലൊക്കെ കണ്ടപ്പോ ഞാൻ എക്സ്പെക്ട് ചെയ്തു. പക്ഷെ അത്ര വലുതല്ല മോള്. അതെ, അത്ര വലിയൊരു മോളൊന്നല്ല. ഞാൻ പറഞ്ഞില്ലേ ശോഭ സിറ്റിയിലൊക്കെ പോയി അവിടെ മഞ്ഞാല് ലുലു ഇതിനേക്കാളും വലുതല്ലേ? വലുതാ, ഒരു നില കൂടെ ഉണ്ട് ലുലു. ഇത് കുറച്ച് എന്നാലും ഒരു ഇതൊക്കെ ഉണ്ട്. എനിക്ക് അതിനെപ്പറ്റി പറയാൻ പ്രത്യേകിച്ച് അതന്നെ. അപ്പൊ നാളത്തെ പരിപാടി നൈസാട്ടോ. മഞ്ഞും കൂടെ ആയപ്പോ നൈസായി. അല്ലേശ പിന്നെ ഇവിടെ അപ്പൊ നമുക്ക് നാളെ കാണാം ഗൈസ്. ബൈ. ഉറങ്ങട്ടെ.